വെൽക്കം ടു ലാംഗ്വേജ് സെൻറ്റർ ട്യൂട്ടോറിയൽസ്. നമുക്ക് നമ്മുടെ പാഠം തുടങ്ങാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു we will be dealing with one lesson in 3 parts. We are expecting 5 videos on one lesson. ഓക്കെ, അത് 3 പാർട്സ്. ഒരു പാർട്ട് ലെസണിനെ പറ്റിയിട്ടുള്ളൊരു ഓവർവ്യൂ ആൻഡ് ബ്രേക്കപ്പ്, അങ്ങനെ പറയാം. സെക്കൻഡ് പാർട്ട് ക്രിട്ടിക്കൽ കമൻറ്ററി. തേർഡ് പാർട്ട് ഡിസ്കഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ഈ രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ലെസൺ വി ഹാവ് സീൻ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ടിനെ പറ്റി പറഞ്ഞു. കൂടുതൽ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്, പ്രൊഫൈൽ, ഇത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. വി വിൽ കം ബാക്ക്. ഓക്കെ, ആക്ടിവിറ്റി സെഷനിൽ നമ്മളത് വീണ്ടും കൈകാര്യം ചെയ്യേണ്ടി വരും. സോ ഐ ആം ലീവിങ് ഇറ്റ് നൗ, സ്ട്രേറ്റ് അവേ ഗോയിങ് ടു ദി ലെസൺ. ഓക്കെ, 3 പാർട്സ്. അതിൽ ആദ്യത്തെ പാർട്സ് തുടങ്ങുകയാണ്. ഓവർവ്യൂ ആൻഡ് ബ്രേക്കപ്പ്. ദി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് എ സ്റ്റോറി. എന്താണ് ആ കഥയിൽ ഉള്ളത്? അതിലെ സംഭവങ്ങൾ എന്തൊക്കെ? അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെ? ഇൻ ബ്രീഫ് വി ക്യാൻ സേ, ടൈറ്റിൽ പ്രകാരം ദർ ആർ 2 ക്യാരക്ടേഴ്സ്. ടൈറ്റിൽ അഡ്വഞ്ചേഴ്സ് ഉണ്ട്, ബനിയൻ ട്രീ ഉണ്ട്. അപ്പോൾ ബനിയൻ ട്രീ ഈസ് 1 ക്യാരക്ടർ. പിന്നെ അഡ്വഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അഡ്വഞ്ചേഴ്സ് പെർഫോം ചെയ്യുന്ന ഒരാൾ. ആരുടെ അഡ്വഞ്ചർ? certainly adventures of a boy. അപ്പോൾ 2 characters from the title, Banyan Tree and the boy. കൂടാതെ ഗ്രാൻഡ് ഗ്രാൻഡ് മദർ. ഇത്രയേ ഉള്ളൂ കഥാപാത്രങ്ങൾ എന്ന നിലയിൽ പറയും. ഓക്കെ, പിന്നെ ചില മൃഗങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും മെയിൻ ആയിട്ടുള്ള സെൻട്രൽ ക്യാരക്ടേഴ്സ് ഈ 4 പേരാണ്. ഗ്രാൻഡ് മദർ, ബോയ് ആൻഡ് ദ ബനിയൻ ട്രീ. അതിലെ ബോയ് എന്നുള്ളത് നരേറ്റർ തന്നെയാണ്. റസ്കിൻ ബോണ്ടിൻ്റെ തന്നെ ഒരു കുട്ടിക്കാലത്തുള്ള ആളാണ് എന്ന് പറയാം. കഥാപാത്രങ്ങളായി. നൗ ടു ദ ഈവൻറ്റ്സ്. ഇല്ലേ, എന്തൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്ന സംഭവങ്ങൾ? അതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. 3 തരംതിരിക്കാം. 3 സ്റ്റേജസ് ആയിട്ട് പറയാം ഇതിൻ്റെ സംഭവങ്ങൾ, ഇതിൻ്റെ ഇതിവൃത്തത്തെ. പക്ഷേ rather episodic, because it is not actually altogether a continuous story. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സംഭവം യൂണിഫൈഡായി പറഞ്ഞ് അതിങ്ങനെ വളർന്ന് അതിൻ്റെ ഒരു ക്ലൈമാക്സിലെത്തി, ടേണിംഗ് പോയിന്റിലെത്തി, വന്നൊരു കറ്റാസ്ട്രോഫി പരിണാമത്തിൽ അവസാനിക്കുന്ന അങ്ങനെ ഒരു കഥയാണ്. 3 എപ്പിസോഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തേത് എപ്പിസോഡ് എന്നും പറയാനില്ല, ഒരു ഡിസ്ക്രിപ്ഷനാണ്, ഒരു പ്രസൻറ്റേഷൻ ഞാൻ പറയാം. ഓക്കെ, ആദ്യ ഭാഗത്ത് ബനിയൻ ട്രീ ആൻഡ് ദ ബോയ്, അതിൻ്റെ പ്രസൻറ്റേഷൻ. ബനിയൻ ട്രീ ആൻഡ് ദ ബോയ്. ബനിയൻ ട്രീയെ കുറിച്ച് പറയുമ്പോൾ 2 things. അതിൻ്റെ ഏജ്, അതുപോലെ അപ്പിയറൻസ്. 2 കാര്യങ്ങളാണ് ബനിയൻ ട്രീയുടെ കാഴ്ചയ്ക്ക് തന്നെ ശ്രദ്ധയിൽ വരുന്ന 2 കാര്യങ്ങൾ പറയുന്നത്. വാട്ട് അബൌട്ട് ദി ഏജ്? ഇറ്റ് ഈസ് ഓൾഡർ ദാൻ the grandfather. It is older than the house, as old as Dera, the town. Okay, the town in the valley of Himalaya. അപ്പോൾ മുത്തച്ഛനേക്കാൾ പ്രായം, ആ വീടിനേക്കാൾ പ്രായം, ആ പട്ടണത്തോളം പ്രായം. such an old grand ബനിയൻ ട്രീ. ആ ഓൾഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും ആൽമരത്തിൻ്റെ കഥ അറിയാം. വളരും തോറും പടർന്ന് പന്തലിച്ച് ഒരു വലിയ കോട്ടയുടെ രൂപം പ്രാപിക്കുന്നതാണ്. ഓക്കെ, സോ അതാണ് ബനിയൻ ട്രീയുടെ പ്രായം. 2, അതിൻ്റെ ലുക്ക് എന്താണ്? ഹൗ ഡസ് ഇറ്റ് ലുക്ക്? ഹൗ ഡസ് ഇറ്റ് അപ്പിയർ? കൃത്യമായ വിവരണം പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ബിക്കോസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ ഇറ്റ് ഈസ്. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches,
gave me endless pleasure. ഇതാണ് പറയുന്നത്. സോ ഹൗ ഈസ് ഇറ്റ്? ഒരു ആൽമരത്തിൻ്റെ ശാഖകൾ അങ്ങനെ പടർന്നിട്ടുണ്ട്. ഈ പടർന്ന ശാഖകളെല്ലാം വീണ്ടും താഴോട്ട് വളർന്ന് വളർന്ന് വീണ്ടും ഭൂമിയിൽ വേരുകൾ ഉറച്ച് ഇരിക്കുന്നതാണ് ഈ പടർപ്പുകളെല്ലാം. അപ്പോൾ കാഴ്ചയ്ക്ക് അതെങ്ങനെയായിരിക്കും? ഒരു വലിയ രാവണൻ കോട്ട പോലെ ആർച്ച്. കാരണം എന്താണ്? ഇത് മെയിൻ സ്റ്റം, ബ്രാഞ്ചിൽ നിന്ന് വീണ്ടും താഴോട്ട് അത് മണ്ണിൽ ഉറച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ആർച്ചാണ്. ഇതുപോലെ ഒരുപാട് ആർച്ചുകൾ, അങ്ങനെ ഒരു മെയ്സ് ഓഫ് ആർച്ചസ്, വെരി കോംപ്ലെക്സ് നെറ്റ്വർക്ക് ഓഫ് ആർച്ചസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഓൾഡ് ഗ്രാൻഡ് കാസിൽ ലൈക്ക് ബനിയൻ ട്രീ. അതാണ് കഥയുടെ ലൊക്കേഷൻ, അതുപോലെ കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ ബനിയൻ ട്രീ. ഇനി ഈ ബനിയൻ ട്രീയിൽ അന്തേവാസികൾ ആരൊക്കെ? വിസിറ്റേഴ്സ് ആരൊക്കെ? പെർമനൻ്റ് അന്തേവാസികൾ, ഇൻഹാബിറ്റൻസ് ഉണ്ടത് സ്ക്വിറൽസ്, അണ്ണാന്മാരാണ്. അവരെവിടെയും പോകുന്നില്ല. ദേ ആർ ത്രൂ ഔട്ട് ഓൺ ദ ബനിയൻ ട്രീ. പക്ഷെ സ്ക്വിറൽസ് മാത്രമല്ല. സ്ക്വിറൽസ് അവിടെ സ്ഥിരതാമസക്കാരാണെങ്കിൽ ദർ ആർ സർട്ടൻ അതേഴ്സ് ഹു കം ആൻഡ് ഗോ, എസ്പെഷ്യലി സീസണൽ വിസിറ്റേഴ്സ്. ഇതിൽ പറയുന്നുണ്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന സീസൺ. സ്പ്രിംഗ് സീസണിൽ the banyan tree is the noisiest place because a lot of birds come to it. ചില പക്ഷികളുടെ പേരും ഇവിടെ സ്പ്രിംഗ് സീസണിൽ വരുന്ന ചില പ്രത്യേക ആൾക്കാരുണ്ട്. ആരൊക്കെയാണത്? നോക്കൂ, ആ പക്ഷികളുടെ പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows, squabbling with each other all the time. ഇതാണ് ഡിസ്ക്രിപ്ഷൻ. ഡീസൻറ്റ് പാർട്ടീസ് അല്ല. എങ്ങനെയുള്ളവരാണ് ഈ പക്ഷികൾ? ഭയങ്കര ബഹളക്കാരാണ്. They come and make all sorts of noise. ഗോസിപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആ ഒരു കലപില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്പരം. അത് ഒരു നേരിയ ശബ്ദത്തിൽ. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. പിന്നെ സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ലഹള കൂട്ടി നടക്കുന്നവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പല ടൈപ്പ് പക്ഷികൾ സ്പ്രിങ്ങിൽ വരുന്നുണ്ട്. ഈ സ്പ്രിങ്ങിൽ ഇവർ വരാൻ ഉള്ളൊരു പ്രലോഭനം എന്താണ്? വെറുതെ വരുന്നതല്ല, അവർക്കൊരു പേർപ്പസ് ഉണ്ട് വരുന്നത്. റെഡ് ഫിഗ്സ്, വസന്തത്തിൽ ഈ മരം നിറയെ ചുവന്ന നല്ല കായകൾ കിട്ടും. അത് തേടി വരുന്നവരാണ് ഇവരൊക്കെ. സോ ദേ ആർ ദ സ്പ്രിംഗ് വിസിറ്റേഴ്സ്. ഇനി ഈ ബനിയൻ ട്രീയിൽ ഉള്ള ഒരു വിസിറ്റർ കൂടെ പറയാം. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം നരേറ്റർ. He is not an inhabitant permanent. He is also a visitor. പക്ഷേ ബേർഡ്സിനെ പോലെ സ്പ്രിംഗ് സീസണിലല്ല, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും മഴയില്ലെങ്കിൽ he comes there. He climbs on the tree, spends time there. For what? Reads. The narrator on the tree reads a lot of books. ബുക്സിൻ്റെ ചില പേരുകൾ ഹക്കിൾബറി ഫിനുക്ക് ഉൾപ്പെടെയുള്ള പ്രശസ്തമായ ക്ലാസിക്കലായ പല കൃതികളും ഈ നരേറ്റർ വായിച്ചു തീർത്തത് ബനിയൻ ട്രീയുടെ മുകളിൽ ഇരുന്നിട്ടാണ്. അതിനുവേണ്ടി ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹി സേസ് ഓക്കെ, ഹാഫ് വേ അപ്പ് ഹി മെയ്ഡ് എ കുഷ്യൻ സീറ്റിംഗ് എഗൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ. അപ്പോൾ വളരെ സുഖമായിട്ട് അവിടെ ഇരുന്ന് ഈ മരത്തിൻ്റെ തണലിൽ വെയിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ ഇരുന്ന് ശാന്തമായി വായിക്കും. ഓക്കെ, ഇങ്ങനെ വായിക്കുന്ന നരേറ്റർ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കില്ലല്ലോ. ഇൻ്റർവെൽസ് വിൽ ബി ഇറ്റ്. ചിലപ്പോൾ ബോറടിച്ചിട്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം. സംടൈംസ് ഹി സ്റ്റോപ്സ് റീഡിങ് ആൻഡ് ദെൻ വാട്ട് ഡസ് ഹി ഡു? ഹി ജസ്റ്റ് ലുക്സ് ഓൾ അറൗണ്ട്. ഹി ഈസ് എ വെരി ഗുഡ് ഒബ്സർവർ ആൻഡ് ഹി ലുക്സ് ഓൾ അറൗണ്ട്. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ കാണുന്നത്? ചിലപ്പോൾ താഴെ ഈ ഇലകൾക്ക് ഇടയിലൂടെ താഴോട്ട് നോക്കുമ്പോൾ he sees sometimes his grandmother
ജസ്റ്റ് കമ്മിങ് വിത്ത് ക്ലോത്ത്സ്, നനച്ചിട്ട വസ്ത്രങ്ങൾ വിരിക്കാൻ വരുന്നു, അല്ലെങ്കിൽ പിരിച്ചിട്ട വസ്ത്രങ്ങൾ എടുക്കാൻ വരുന്നു. അതല്ലെങ്കിൽ വീട്ടിലുള്ള കുക്ക് ഇങ്ങനെ വിൽപ്പനയ്ക്ക് വരുന്ന പഴക്കച്ചവടക്കാരനോടോ പച്ചക്കറി കച്ചവടക്കാരനോടോ വില പേശുന്നതിൻ്റെ, വഴക്കുണ്ടാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. അതല്ലെങ്കിൽ ചിലപ്പോൾ പൂന്തോട്ടം വൃത്തികേടാക്കിക്കൊണ്ടുള്ള ഇന്ത്യൻ വളരുന്നതിൽ ഇങ്ങനെ മുറുമുറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, തേരാപ്പാര നടക്കുന്ന ഗ്രാൻഡ് ഫാദർ. അങ്ങനെ പല കാഴ്ചകൾ ഹി യൂസ് ടു സീ. പക്ഷേ പൊതുവെ പറഞ്ഞാൽ കാഴ്ചകളൊക്കെ സെയിമാണ്. There is nothing so new, there is nothing novel about his science. Routine sights, routine visuals. അപ്പം ഇങ്ങനെ ഇതാണ് ആൽമരം, ആൽമരത്തിലെ അന്തേവാസികൾ, ആൽമരത്തിന് മുകളിൽ സമയം ചെലവഴിക്കുന്ന നരേറ്റർ. ഇതാണ് ഈ കഥയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ. ഇനി വി ആർ ഗോയിങ് ടു ദ ഡ്രാമ പാർട്ട് ഓഫ് ദ സ്റ്റോറി. രണ്ട് പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്, രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇയാൾ നരേറ്റർ when he is free without reading observes all around, and usually there is nothing dramatic. പക്ഷേ one day there was a very dramatic intense action. എന്തായിരുന്നു അത്? It was a fight between a mongoose and a snake, a cobra, a very young aggressive cobra and equally aggressive competent mongoose. ഇവർ തമ്മിൽ നടന്ന ഒരു ഡെഡ്ലി ഫൈറ്റ്. ഇതാണ് ഏറ്റവും നാടകീയമായ ഒരു കാര്യം that could be watched by the narrator sitting on the banyan tree. ഓക്കെ, അപ്പോൾ ആ ഫൈറ്റിൻ്റെ ചില ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഹുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ, പത്തി വിടർത്തി നിൽക്കുന്ന മൂർഖൻ, കോബ്ര, അതാണ് ഒരു ഭാഗത്ത്. ഹിസ് ഫാങ്സ് ഫുൾ ഓഫ് ഡെഡ്ലി വെനം. എൻ്റെ വിഷസഞ്ചിയിൽ നിറയെ, ഫാങ്സ് നിറയെ ഡെഡ്ലി വെനം. ഓക്കെ, സോ എ വെരി യങ് അഗ്രസീവ് കോബ്ര. ഈ കോബ്ര ശരിക്കും ഇങ്ങനെ തണൽ തേടി പോകുമായിരുന്നു വെയിലത്ത്. On the other side, there comes the mongoose. പാമ്പിൻ്റെ ജന്മനുള്ള ശത്രു mongoose on the other hand, and mongoose also is equally powerful, equally clever, perhaps cleverer and smarter, okay, and stronger than the snake, the cobra. അപ്പോൾ അങ്ങനെയുള്ള മംഗൂസ്, കീരി, മറുവശത്ത് ഈ ഫൈറ്റ് നടക്കുക. ഇവരുടെ ഫൈറ്റിംഗ് സ്ട്രാറ്റജി ഈസ് കീൻലി ഒബ്സർവ്ഡ് ബൈ ദി നരേറ്റർ. എന്തായിരുന്നു ഇവർ രണ്ടുപേരുടെയും ഒരു പോരാട്ടത്തിൻ്റെ സ്ട്രാറ്റജി? മൂർഖൻ ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് ഹിസ് സ്ട്രാറ്റജി? ടു ഡിസീവ്, ടു ബിട്രേ ദ മംഗൂസ് ബൈ മെസ്മറൈസിങ് ഹിം. എന്നാണ് ഈ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെ മംഗൂസിനെ നോക്കി പാമ്പിന് നല്ല ഗ്ലാസി ഐസ് ഉണ്ടെന്ന് കഥയിൽ പറയുന്നുണ്ട്. ആ ഗ്ലാസി ഐസ് ഉപയോഗിച്ച്, അതിൻ്റെ ശക്തി ഉപയോഗിച്ച് മംഗൂസിനെ ഇങ്ങനെ മെസ്മറൈസ് ചെയ്യുക, ഒരുതരം ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു പാമ്പ്. ജസ്റ്റ് സ്റ്റാൻഡിങ് വിത്ത് ദ ഹുഡ് സ്പ്രെഡ് ഔട്ട് ക്ലിയർ. ഓക്കെ, പക്ഷെ മംഗൂസ് ന്യൂ വെരി വെൽ വാട്ട് ഈസ് ദ പവർ ഓഫ് ദിസ് ഗ്ലാസി ഐസ്, ആൻഡ് സോ ഹി ജസ്റ്റ് അവോയ്ഡഡ് ഇറ്റ്. മംഗൂസ് ഡിഡ് നോട്ട് ഗെറ്റ് ട്രാപ്ഡ്. മംഗൂസ് എന്താണ് ചെയ്തത്? ആ കണ്ണുകളെ അങ്ങോട്ട് ഒഴിവാക്കി, ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഒന്നും കൊടുത്തില്ല. പകരം ഹി വാസ് ഫോക്കസിങ് ഓൺ ദ നെക്ക് പാർട്ട് ഓഫ് ദ കോബ്ര. അവിടെ തന്നെ ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുകയാണ്. കാരണം അത് താഴുമ്പോഴാണ് പാമ്പ് ആക്രമിക്കുന്നത്. സോ മംഗൂസ് ഈസ് വെരി ക്ലെവർ ആൻഡ് വെരി സ്ട്രാറ്റജിക്. ആൻഡ് ദെൻ മംഗൂസ് ഓപ്പൺസ് ദി അറ്റാക്ക്. മംഗൂസിൻ്റെ മൂവ്മെൻറ്റ് ഒരു പ്രത്യേക രീതിയിലാണ്. ഹൗ ഈസ് ഹി ജസ്റ്റ് ഡാർട്സ് forward and then darts sideways. This is actually the movement. Okay, in fight we know timing, speed and flexibility matters more than physical strength. So mongoose ഇത് മൂന്നുമാണ് നന്നായിട്ട് ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്നത്.
വളരെ സ്പീഡിലൊന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ദ സ്നേക്ക് വിൽ അറ്റാക്ക് കം ഡൗൺ. ദെൻ സഡൻലി എക്സ്പെക്ടിങ് ദറ്റ് ചാർജ്, mongoose just moves sideways equally in a darting speed, and then just jumps, gives a bite, and then turns back. What happens then? There is a kind of bleeding, a small kind of bleeding on the back of the cobra. The same thing is repeated in the same strategy. പക്ഷേ ഇത് പറയുമ്പോൾ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം രണ്ടുപേരവിടെ ഫൈറ്റ് ചെയ്യുന്നു. ഈ ഫൈറ്റ് കാണുന്ന, നിരീക്ഷിക്കുന്ന, ഗാലറിയിലിരിക്കുന്ന ആളുകൾ നരേറ്റർ മാത്രമല്ല, വേറെ രണ്ട് കക്ഷികൾ കൂടിയുണ്ട്. ദേ ആർ വൺ ക്രോ ആൻഡ് വൺ മൈന. ഓക്കെ, ഒരു കാക്ടസ്, ഒരു കള്ളിച്ചെടിയുടെ അവിടെയായിട്ടാണ് ഇവർ രണ്ടുപേരും ഉള്ളത്. But unfortunately what happens is that each time when these two combatants, ഈ രണ്ട് പോരാളികൾ അടുത്ത് വരികയും മുട്ടുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ആവേശം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാവണം this cobra and the myna, forgetting that they are witnesses or spectators, charge forward to interfere with it. അത് ഈ കളിയിൽ ഇടപെടാൻ നോക്കുക. What do? Both of them were flying towards the snake. ആദ്യത്തെ റൗണ്ടിൽ അവർ പറന്നു വന്നു. ഭാഗ്യവശാൽ അവർ പകുതി വഴി പരസ്പരം എത്തിച്ചു, രണ്ടുപേരും താഴെ വീണു. Then they flew back to their captors. Second round of the fight, the same strategy. Cobra trying to mesmerize, mongoose darting forward and then darting sideways, avoiding the bite of the snake, and then bites it back. ഈ ടൈമിലും ക്രോയും മൈനയും രണ്ടുപേരും വരുന്നു, രണ്ടുപേരും ഇടിക്കുന്നു, വീണ്ടും തിരിച്ചു പോകും. ഫോർച്ചുനേറ്റ്ലി ഫോർ ദം, സെക്കൻഡ് ടൈം ഓൾസോ ദേ വർ അൺഎബിൾ ടു റീച്ച്. ദ സെയിം തിങ് ഹാപ്പൻഡ് തേർഡ് ടൈം. ഇവർ കോബ്ര പത്തി താഴ്ത്തുന്നു, മംഗൂസ് രക്ഷപ്പെടുന്നു. അപ്പോൾ ഇവർ രണ്ട് പക്ഷികളും പറന്നു വരുന്നു. പക്ഷേ ദിസ് ടൈം ആൻ അൺഫോർച്ചുനേറ്റ് തിങ് ഹാപ്പൻഡ്. മൈനയും കോബ്രയും തമ്മിലുള്ള ഒരു കൂട്ടിയിടി ഒഴിവായി. മൈന സ്മൂത്ത്ലി പറന്ന് വന്ന് ഇറ്റ് പേർച്ച്ഡ്, അതൊരു ഒരു ചില്ലയിലേക്ക് കയറി. പക്ഷേ കോബ്ര ജസ്റ്റ് കെയിം ഡിറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ കോബ്ര. ക്രോ കെയിം ഡിറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ കോബ്ര ആൻഡ് ദെൻ ഇറ്റ് റിസീവ്ഡ് ദ ബൈറ്റ് ഓഫ് ഇറ്റ്. കോബ്ര പെട്ടെന്ന് വീണ്ടും തലപൊക്കി ആൻഡ് വെരി സ്ട്രോങ്ലി ഇറ്റ് ബിറ്റ് the crow. The crow dies, fluttering some feet forward, falls down and dies. അപ്പോൾ ഈ ഫൈറ്റിൽ അൺവാണ്ടഡായ ഒരു ഡെത്ത് ഉണ്ടായി. ദറ്റ് വാസ് ക്രോസ്. എനിവേ ദ കോബ്ര വാസ് ഗെറ്റിംഗ് ടയേർഡ് and the mongoose was becoming more and more dominant. And at last the inevitable happened. The same strategy continued. അവസാനം മംഗൂസ് ഈ പാമ്പിനെ കീഴ്പ്പെടുത്തുന്നു. അത് വീക്കായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇറ്റ് സ്ട്രോങ്ലി ബൈറ്റ്സ് ഹിം. ദ സ്നേക്ക് ട്രൈസ് ഹിസ് ട്രിക്സ് ടു എസ്കേപ്പ് ബട്ട് ഓഫ് നോ യൂസ്, ഇറ്റ് ഫോൾസ്. ആൻഡ് ദെൻ ദ മംഗൂസ് ഡ്രാഗ്സ് ഹിം. ഇതാണ് ഫൈറ്റ്. നൗ ദ തേർഡ് വൺ. അതിനുശേഷം പറയുന്ന ഇതുമായിട്ട് അങ്ങനെ ഡയറക്റ്റ് ലിങ്ക് ഇല്ലാത്ത മറ്റൊരു എപ്പിസോഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നുള്ളൂ എൻ്റെ ഒരു എപ്പിസോഡിക് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട്. ഈ എപ്പിസോഡ് ദ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ് എന്ന് നമുക്ക് പറയാം. ദ നരേറ്റർ ഈസ് സിറ്റിംഗ് ഓൺ ദി ബനിയൻ ട്രീ. ഹി ഈസ് എ യൂഷ്വൽ വിസിറ്റർ. യൂഷ്വലി animals are caring themselves. They do not want humans to interfere with them. ഈ ആൽമരത്തിൽ ഉണ്ടായിരുന്ന സ്ക്വിറൽസ്, ഐ തിങ്ക് യു റിമെമ്പർ ഐ ടോൾഡ് യു, ഈ സ്ക്വിറൽസ് അവിടുത്തെ സ്ഥിരം അന്തേവാസികളായിരുന്നു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നരേറ്റർ ആദ്യം അവിടെ പോകുമ്പോൾ ദീസ് സ്ക്വിറൽസ് ഡിഡ് നോട്ട് ഐഡൻറ്റിഫൈ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൺ സ്ക്വിറൽ ബിക്കെയിം ഫ്രണ്ട് വിത്ത് ഹിം ബിക്കോസ്
this narrator did not go there with a catapult in his hand. He had no weapon. Matralla, he was very friendly. He fed them. But slowly, one squirrel became very friendly with him. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നരേറ്റർ ഈ ആൽമരത്തിലേക്ക് പോകുമ്പോൾ he carried another animal with him, a white rat. ഇത് ഗ്രാൻഡ് ഫാദർ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു മൃഗമാണ്, വൈറ്റ് റാറ്റ്. ഓക്കെ, ബ്യൂട്ടിഫുൾ എന്ന് ഈ കഥയിൽ പറയുന്നില്ല, ഞാൻ പറഞ്ഞു. ഈ വൈറ്റ് റാറ്റ് വാസ് വിത്ത് ഹിം വെൻ ഹി വെന്റ് ടു ദ ബനിയൻ ട്രീ. Slowly what happened is that there became a very unusual kind of familiarity and friendship between the squirrel and the white rat. And they started going excursions on themselves. അവർ ചില സമയത്ത് നരേറ്ററുടെ പെർമിഷൻ കൂടാതെ തന്നെ അവരുടേതായ രീതിയിൽ ഒന്നിച്ച് മരത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തുടങ്ങി. And that friendship, that familiarity grew. കുറച്ച് കഴിയുമ്പോൾ the narrator could find out young squirrels, baby squirrels, covered by the knittings. ആ knitting ഗ്രാൻഡ് മദറിൻ്റെ knitting ആയിരുന്നു. ആ knitting കാണാതെ പോയപ്പോൾ അത് തേടിയാണ് ഈ കുഞ്ഞ് സ്ക്വിറൽസ് ഉള്ള സ്ഥലത്ത് നമ്മുടെ നരേറ്റർ എത്തുന്നത് മരത്തിന്. അത് നോക്കുമ്പോൾ ആ തുണികൾ മാറ്റി നോക്കുമ്പോൾ he could see സ്ക്വിറൽസ്. പക്ഷെ അതിൽ ദർ വാസ് സംതിങ് വെരി സർപ്രൈസിങ്. സ്ക്വിറൽസ് ഒരു സാധാരണ കാഴ്ചയാണ്, പക്ഷേ ഇവിടെ കണ്ടത് നല്ല വെളുത്ത നിറമുള്ള സ്ക്വിറൽസ്, എ വെരി അൺയൂഷ്വൽ തിങ്. സോ ഹി വാസ് സർപ്രൈസ്ഡ്. ഹി ഇൻഫോംഡ് ഹിസ് grandfather and grandmother. Grandfather also came to see that. Then the grandfather told him, it's quite okay because squirrel and rat are of the same family. അവർ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് സ്ക്വിറൽ ആൻഡ് റാറ്റ് ക്യാൻ മേക്ക് ഓഫ് സ്പ്രിങ്. അങ്ങനെ ഉണ്ടായതാണ് ഇവർ. സോ വൈറ്റ് റാറ്റ് ഈസ് ദ ഫാദർ ഓഫ് ദിസ് ബേബി സ്ക്വിറൽസ്. അതുകൊണ്ടാണ് അവർക്ക് വൈറ്റ് കളർ വന്നത്. ഇത്രയുമാണ് ഈ ചെറിയ കഥയിൽ ഉള്ള സംഗതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ കമൻറ്ററിയാണ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ആ സമയത്ത് പറയാം. ഇപ്പോൾ ഈ എപ്പിസോഡ്സ് മാത്രം നിങ്ങൾ ഓർക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ പേഷ്യൻ്റ്ലി. ഓക്കെ, താങ്ക് യു അഗെയിൻ.